വീട്ടിലെ ഒരു സാധനങ്ങളുടെ ഒരു എവിടെ തുറക്കണമെന്ന് പോലും അറിയത്തില്ലാത്ത പോലെ പാക്ക് ചെയ്തിരുന്നു. അതായത് ഇവിടെ തന്നെ തുറക്കാം. ഈ സാധനങ്ങളുണ്ടോ DC കൺവെർട്ടറാണ്. ഇത് ഒരു DC കൺവെർട്ടർ ഇതിന് മുമ്പ് ഒരെണ്ണം മേടിച്ചതാണ്. അത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അടിച്ചു പോയി. ഇതും അതുപോലെ ആവാം. ഇപ്പം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുന്ന ഒരു സാധനവും ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത് ഒക്കെ അവരുടെ റിട്ടേൺ സമയം കഴിയുമ്പോൾ അത് പോകും. അല്ലെങ്കിൽ ഗ്യാരണ്ടി ഉള്ളതാണ് ഗ്യാരണ്ടി പീരീഡ് കഴിയുമ്പോഴേക്കേ പോകും. ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലതാണ്. അതിന് സാധനം വന്നു കേട്ടോ, മാറ്റിപ്പോയിട്ടൊന്നും. ഇതിനകത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ ആരും പ്രൊട്ടക്ഷൻ ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ഒരു കുഴപ്പം. ഇതിനെ പ്രൊട്ടക്ഷൻ വേണ്ട. ഇതില്ലാത്ത പ്രൊട്ടക്ഷൻ ഇതെങ്ങനെ വേറെണ്ണത്തിന് കൊടുക്കും? അതാണ് ഇപ്പം ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണല്ലോ നേരത്തെ ഉള്ളത് പോയത്. നമ്മൾ സോളാർ DC കൺവെർട്ടർ, ബാറ്ററിയിൽ നിന്നും കറണ്ട് നമുക്ക് ഉപകരണങ്ങളിലേക്ക് കൊടുക്കാനുള്ള DC ആക്കാനുള്ള DCയെ AC ആക്കാനുള്ള കൺവെർട്ടർ, മിനി കൺവെർട്ടർ അല്ലെങ്കിൽ മിനി അതായത് സാധാരണ 3 LED ബൾബാണ് കാണുന്നത്. ഇത് 2 ഉള്ളൂ. ഈ പടമൊക്കെ കണ്ടിട്ട് ഓൺലൈനിൽ നിന്നൊക്കെ ഒരു സാധനം മേടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും ആയിരിക്കില്ല. പടം കണ്ടാൽ ഒന്നും മനസ്സിലായില്ല.